നന്ദിനി, നന്ദിനി മോളെ. നന്ദിനി, എന്തിനാ സർ ഇപ്പൊ ഇതൊക്കെ ആയിട്ട് കയറി വന്നേ? അവരെ ഭക്ഷണം കഴിച്ചു തീർക്കാനെങ്കിലും സമ്മതിക്കായിരുന്നില്ലേ? ഇതെന്തിനാ ഇപ്പൊ പോവും സ്വീറ്റ്സും? എനിക്കിതൊന്നും വേണ്ട. ഒന്ന് കൊണ്ട് പോകുന്നുണ്ടോ? ഏയ് നന്ദിനി, ഇതൊക്കെ ഒരു ഭർത്താവിന്റെ അവകാശമാണ്. ഭർത്താക്കന്മാരുടെ അവകാശം ഭർത്താക്കന്മാര് കാണിച്ചോളൂ. സാറിന് അത് കാണിക്കാൻ എന്ത് അവകാശമുള്ള? സാറിന്റെ ഭർത്താവാണോ? ഞാൻ സാറിന്റെ ഭാര്യയാണോ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഒതുങ്ങി വരുമ്പോ അടുത്തത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നോളൂ. സാറിന് ആരും ഒന്നും പറയില്ല. ഇന്നൊരു നേരം അവര് പട്ടിണി കിടന്നാലും സാറിന് അവരൊന്നും പറയില്ല. പക്ഷെ അതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന വേദനയും കുത്തുവാക്കുകളും എന്താണെന്ന് അറിയണമെങ്കിൽ സാർ എന്റെ കൂടെ മുഴുവൻ നേരവും ഇതിനകത്ത് നിന്നാലേ മനസ്സിലാവൂ. ഓക്കെ, നാളെ മുതൽ ഞാൻ വേറെ എവിടെയും പോകുന്നില്ല. തന്റെ കൂടെ തന്നെ നിൽക്കാം. തന്നോട് ആര് കുത്തുവാക്ക് പറഞ്ഞാലും അത് ഞാൻ കേൾക്കാം. ആ അസലായി. അപ്പൊ പിന്നെ 24 മണിക്കൂറും ഈ വീടിനകത്ത് യുദ്ധം തന്നെ. എന്റെ പൊന്ന് സാറേ, സാറിന് ഈ മദ്യപിക്കുമ്പോ മാത്രം തോന്നുന്ന ഒരു പ്രത്യേകതര സ്നേഹം ഉണ്ടല്ലോ, അത് എന്നോട് കാണിക്കല്ലേ. ഇങ്ങനെയൊന്നും ഒരാളോടും പെരുമാറാൻ പാടില്ല. ഞാൻ തനിക്കായിട്ട് പൂവും സ്വീറ്റ്സും ഒക്കെ കൊണ്ടുവരുമ്പോ ആ പൂവ് വാങ്ങി വെച്ച് ഇതിന്നൊരു സ്വീറ്റ്സ് ഒക്കെ എടുത്ത് കഴിച്ച് സന്തോഷത്തോടെ എന്നെ ഒന്ന് നോക്കിയാലേ എന്റെ മനസ്സിന് കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ. സാറിനോട് ആരാ ഈ വൃത്തികെട്ട ഐഡിയ ഒക്കെ പറഞ്ഞിരുന്നേ? വിവേക്. അവൻ പറഞ്ഞല്ലോ പൂ കൊണ്ടുവന്ന് ഇഷ്ടാവും. അവൻ പറഞ്ഞല്ലോ ഈ നേരത്തെ സ്വീറ്റ്സ് കൊണ്ടുവന്നാ അത് ഏത് ഭാര്യമാർക്കും ഇഷ്ടാവൂന്ന്. എന്നാ കേട്ടോ, എനിക്കിഷ്ടം ആയില്ല. ഭാര്യ എന്ന നിലയ്ക്ക് സാർ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ഞാൻ സാറിന്റെ ഭാര്യയല്ല, ഭാര്യയല്ല, ഭാര്യയല്ല. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഞാനിത് വാങ്ങിച്ചല്ല. ഇത് വിവേക് ആരോഗ്യ വേണ്ടി വാങ്ങി വെച്ചതാ. ഞാൻ അവരോട് കട വാങ്ങിച്ചതാ. എന്തിന്? പത്മ മാഡത്തിന്റെ മുന്നില് ഈ അഭ്യാസം കാണിക്കാനല്ലേ? യെസ്, യു ആർ കറക്റ്റ്. എന്ത് തന്നെ ആയാലും ഞാനിത് കൊണ്ടുവന്നല്ലോടൂ. താനിത് തൽക്കാലം വാങ്ങിക്ക്. ശരി, വാങ്ങാം. അങ്ങനെ മിടുക്കി കുട്ടിയായിട്ട് താനിത് തലയിൽ വെക്കും. താനെന്തേ കാണിച്ചേ? ഭക്ഷണം കഴിക്കുന്ന മുടക്കുന്നതേ വലിയ തെറ്റ. അതിനുള്ള പാപപരിഹാരമായിട്ട് ഇത് അമ്മയ്ക്ക് ചാർത്തി കൊടുത്തതാ. ആ സ്വീറ്റ്സ് അവിടെ ഇരുന്നോട്ടെ, അമ്മയ്ക്കുള്ള പ്രസാദമായിട്ട്. ദേവികെങ്കിൽ ദേവിക്ക്. ഐ ആം ഹാപ്പി. സർ, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. സാർ എന്നെ സന്തോഷിപ്പിക്കണ്ട. അവരുടെയൊക്കെ മുന്നിൽ വിളിച്ചു നിർത്തി എന്നെ ചീത്ത പറഞ്ഞോ? വേണമെങ്കിൽ എന്നെ തല്ലിക്കോ. അത് കാണുമ്പോ അവരുടെ മനസ്സിന് സന്തോഷായിരിക്കും. നോ നന്ദിനി, തന്നെ തല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ജീവനോടെ കൊല്ലാൻ പറ്റുന്നുണ്ടല്ലോ, അതിലും ഭേദല്ലേ. ജീവനോടെ കൊല്ലിയേ എന്നുവെച്ചെന്താ? അയാളെ ഞാൻ അത്രയ്ക്കും ദ്രോഹിക്കുന്നു എന്നല്ലേ? ഞാൻ അയാളെ അത്രയ്ക്ക് ദ്രോഹിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. ഈ പെണ്ണിന്റെ മനസ്സ് പഠിക്കാതെ പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. സൂര്യ, നിന്നെ കൊണ്ട് അതിന് പറ്റില്ല. ഇതെന്താ മോളെ, ബ്രേക്ക്ഫാസ്റ്റ് ആവേണ്ട സമയത്ത് തന്നെ ഊണിന്റെ കാര്യങ്ങളെല്ലാം റെഡിയായ? രാജേട്ടാ, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടല്ലേ എനിക്ക് ആരുടെയും വീട്ടിൽ പോകാൻ പറ്റൂ? അവിടെ എനിക്ക് ജോലിയുള്ളതല്ലേ. ഇതൊക്കെ ഞാൻ ചെയ്യില്ലേ മോളെ?
അവിടെ ചെന്നാലും മോക്ക് ഒരുപാട് ജോലിയുള്ളതല്ലേ. അതൊന്നും സാരില്ല. ഇവിടെ എല്ലാം ഒന്ന് സെറ്റ് ആണെങ്കിലേ അവിടെ നിൽക്കാൻ ഒരു മനസ്സമാധാനം ഉള്ളൂ. ആ രാജുവേട്ടാ, ദേ ഇവിടെ ഇരിക്കുന്ന ഈ കറികൾ രണ്ടും ഇറക്കുമ്പോ കുറച്ച് കടുക് പൊട്ടിച്ചാൽ മാത്രം മതി. അത് ഞാൻ ചെയ്തോളാം. ആ പിന്നെ വിളമ്പുന്നതിന് മുൻപേ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ പിന്നെ പരാതി ഉണ്ടാവില്ലല്ലോ. അതൊക്കെ ചുമ്മാ തോന്നുന്ന മോളെ. അവർക്കാണ് പരാതി ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്തത്. ഒന്നുമില്ലെങ്കിൽ മോള് വടക്കോട്ട് തിരിഞ്ഞു നിന്നാണ് വിളമ്പുന്നതെന്ന് പറഞ്ഞ് വഴക്കുണ്ടാകും. ഇന്നിനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോ സൂര്യ സാർ എന്തൊക്കെയാണോ കാണിക്കാൻ പോകുന്നത്? എനിക്കറിയില്ല. എത്ര പറഞ്ഞാലും സാറിന് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ വിട്ടു. പക്ഷെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും സാറിന് നന്ദിനിയോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ടല്ലേ ഇന്നലെ പൂവും സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചോണ്ടേ. രാജേട്ടന് വേറെ പണിയൊന്നുമില്ലേ? രാജേട്ടന് സാറിന് എന്നോട് സ്നേഹം തോന്നിയിട്ടൊന്നുമല്ല. പത്മ മാഡത്തിന്റെ മുന്നില് കരുതി കൂട്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നതാ. സാറ് സ്നേഹിക്കില്ലെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഇന്നാള് പിണങ്ങിപ്പോയി മോള് വീട്ടിൽ പോയി നിന്നില്ലേ? അന്ന് സാറിന്റെ അവസ്ഥ ഞാൻ കണ്ടതാ. നന്ദിനി ഇല്ലാതെ സാറിന് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. പിന്നെ അതേ മോളെ, സാറ് പണ്ടും മദ്യം കുടിക്കാറുണ്ട്, ഇപ്പോഴും കുടിക്കാറുണ്ട്. പക്ഷെ വ്യത്യാസം എന്തെന്നറിയാവോ? ഇപ്പൊ സാറിന്റെ മുഖത്ത് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ പണ്ടങ്ങനെ ആയിരുന്നില്ല. മോള് സാറിന്റെ കൂടെ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോവല്ലേ. വേറെ എന്ത് സഹിച്ചാലും സാറിനത് താങ്ങില്ല. ആ രാജേട്ടൻ ഇതൊക്കെ എടുത്ത് വെക്കാൻ നോക്കി. ഞാൻ ഇറങ്ങിക്കോട്ടെ. എന്നാ മോള് പോയിട്ട് വാ. ആ പാവം, ഒരു യന്ത്രം പോലെ കിടന്ന് കഷ്ടപ്പെടുന്നു. അതിന്റെ നന്ദിയുണ്ടോ ആർക്കെങ്കിലും? ഇവിടെ എങ്ങനെയാ ഇത് യൂസ് ചെയ്യേണ്ടത്? മാഡം, ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ 1-2 തുള്ളി ചേർത്താൽ മതി. അപ്പൊ ഉണ്ടാക്കുന്ന ഫുഡിന് നല്ല മയം കിട്ടും. പക്ഷെ ഡോസ് കൂടി പോകരുത്. കൂടിപ്പോയാ ഫുഡ് പോയ്സൺ ആകും. ഓക്കെ, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. നോർമൽ കേസിന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിസിൻ കൊടുക്കാൻ പാടില്ല. പലരും ഫുഡിൽ ചേർക്കുന്നുണ്ടെങ്കിലും ഇതൊരു ഫുഡ് ഇൻഗ്രീഡിയന്റ് അല്ല. എനിക്കറിയാം. മാഡം വിശ്വനാഥ് സാറിന്റെ മോളായതുകൊണ്ട് ഞാൻ തന്നേ ഉള്ളൂ. താങ്ക് യു. തനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ബാലൻസ് തരാം മാഡം. ബാലൻസ് താൻ വെച്ചോ. താനൊരു റിസ്ക് എടുത്തതല്ലേ. ഓക്കെ ഓക്കെ മാഡം. 1-2 തുള്ളി ഉപയോഗിച്ചാൽ ഓക്കെ. അതിനപ്പുറം പോയാൽ ഫുഡ് പോയ്സൺ.